എൻ്റെ പേര് ദിവേഷ് എന്നാണ്. ഞാൻ മോഡേൺ ഇൻറ്റീരിയേഴ്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്ററാണ്. പിന്നെ കാളികാവ് ആണ് സ്ഥാപനം ഉള്ളത്. കാളികാവ് പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്ഥാപനമുള്ളത്. 20 വർഷത്തോളം ഈ മേഖലയിലുണ്ട്. 15 വർഷത്തോളമായിട്ട് ഇവിടെ സ്ഥാപനം ഉണ്ട് കാളികാവിൽ. മാറ്റങ്ങൾ ഭയങ്കരമായ മാറ്റങ്ങളാണ്. ഓരോ വർക്കിന്റെ രീതികളും എല്ലാം മാറ്റമുണ്ട്. മെറ്റീരിയലും തന്നെ മാറ്റമുണ്ട്. അതിനൊരു ടീം തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ പുതിയ വർക്കുകൾ കൊണ്ടുവരാനും റിസർച്ച് ചെയ്യാനൊക്കെ. ഇപ്പൊ നമ്മളെ സമൂഹത്തിന് എന്താണ് വേണ്ടതെന്നുള്ളൊരു അത് കാൽക്കുലേറ്റ് അൽക്കാന്നുള്ളൊരു സംഘടന ഉണ്ട്. മൊത്തത്തിലുണ്ട്, സ്റ്റേറ്റിലുണ്ട്. നമ്മളെ ജില്ലാ കമ്മിറ്റി അതിനുള്ള എല്ലാം ഇങ്ങനെ ഒരു സ്റ്റഡി വിങ് തന്നെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ വർക്കും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വർക്കാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ. ഇപ്പൊ നമ്മള് ക്ലയന്റ് ഇപ്പൊ എന്താണ് ആവശ്യപ്പെടുന്നത്, പിന്നെ അവരൊരു അഭിപ്രായം എടുക്കും. പിന്നെ നമ്മളതായിട്ടുള്ളൊരു രീതിയും പറഞ്ഞു കൊടുക്കും. അപ്പൊ ക്ലയന്റിന് എങ്ങനെ താല്പര്യം അനുസരിച്ച് ഓരോ ക്ലയന്റിനും ഓരോ ഇതാണല്ലോ, ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പൊ നമ്മളതായിട്ടുള്ളത് നമ്മൾ പറയും, അവര് പറയും. അവർക്കൊരു ആശയം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെ വർക്കുകൾ ചെയ്യണം എന്ന് അവർക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളതുള്ളത് നമ്മൾ പറയും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നുകൂടി നന്നാവും എന്നുള്ളത് നമ്മൾ സൈഡിൽ നിന്ന് പറയും. അപ്പൊ അവർക്കൊരു നമ്മൾ ചെയ്ത വർക്കുകളും മോഡലുകളും മെറ്റീരിയലുകളും ഒക്കെ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ കാര്യം ചെയ്യുന്നത് വാൾഡ്രോപ്പിന്റെ വർക്കുകളുണ്ട്, റൂമുകളുടെ അലമാരകള്, പിന്നെ റാക്കുകള്, അതിനൊക്കെ ഡോറുകൾ വെക്കുക. പിന്നെ അതേമാതിരി വാഷ് ബേസ് സെറ്റിങ്സ്, കിച്ചൺ ക്യാബിന്, പിന്നെ ബാത്റൂം ഡോർസുകള്, ബെഡ്റൂം ഡോർസ്, ഫ്രണ്ട് ഡോർ, എല്ലാം ഓപ്പൺ വിൻഡോകള്, സ്ലൈഡിംഗ് വിൻഡോകള്, അങ്ങനെ ഒരു വീടിന് ആവശ്യമായ ഏകദേശം എല്ലാ വർക്കുകളും അലുമിനിയത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അലുമിനിയത്തിലാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ചെയ്യണത്. പിന്നെ മൾട്ടിവുഡ് ബേസും ഉണ്ട്. റേറ്റ് ബേസ് നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി കസ്റ്റമറിന് ഏത് റേഞ്ചിലാണോ വേണ്ടത് വെച്ചാൽ ഒന്നുകൂടി കുറഞ്ഞ റേറ്റ് വരുന്നത് അലുമിനിയത്തിന്റെ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോഴാണ്. അതിനെക്കാട്ടും ഒന്നുകൂടി കൂടും ഈ ഇത് വർക്ക് ചെയ്യുമ്പോൾ, അതായത് മൾട്ടിവുഡും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. ഏകദേശം എല്ലാ കളറിലും ഷീറ്റ് വൈസ് എല്ലാ കളറും അവൈലബിൾ ആണ്. PVC ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാൾഡ്രോപ്പ് ആണ് കിച്ചൺ മെറ്റീരിയലാണ് ചെയ്യുന്നത്. പിന്നെ അലുമിനിയം ചാനല് ഇപ്പോൾ ഓൾറെഡി എല്ലാ കളറും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളറുകൾ വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ ഏകദേശം ഷീറ്റിനൊക്കെ മാച്ച് ചെയ്ത ചാനലുകൾ അലുമിനിയത്തിലുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളെ വർക്ക് ഏറ്റവും ലാസ്റ്റ് വർക്കാണ്. അതായത് ഏകദേശം ലാസ്റ്റ് പറഞ്ഞാൽ ഫിനിഷിംഗ് വർക്കിൽ പെടുന്ന ഒരു വർക്കാണ് ഞങ്ങളത്. അപ്പൊ നമ്മള് എസ്റ്റിമേറ്റ് പറഞ്ഞാൽ ആദ്യം തന്നെ അവർക്കൊരു ഐഡിയ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ചില കസ്റ്റമർ നമ്മളോട് വന്ന് ഇപ്പൊ നമ്മൾ ഫ്ലോറിംഗ് പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വന്ന് ചോദിക്കും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണോ കാര്യങ്ങളൊക്കെ വന്ന ഓരോ കസ്റ്റമർ ഓരോ രീതിയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മളൊരു എസ്റ്റിമേറ്റ് അവർക്ക് കൊടുക്കും. ഇത്ര എന്നത് ചെയ്യാൻ ഇത്ര ഒരു എമൗണ്ട് വരുന്നുണ്ട് പറയും. അപ്പൊ ആ കസ്റ്റമർ നമ്മളോട് അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ സംസാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഡീലിങ്സ് ചെയ്യുന്നത്. ക്ലയന്റും വരും, എഞ്ചിനീയേഴ്സും വരും. ക്ലയന്റ് ആണ് കൂടുതൽ, നമ്മളെ ഏരിയനെ സംബന്ധിച്ച് ക്ലയന്റ് ആണ് കൂടുതൽ വരല്. എഞ്ചിനീയർ പറഞ്ഞാൽ വീടിന്റെ ഒരു സ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നെ ക്ലയന്റ് ആണ് കൂടുതൽ വരല്. ഇങ്ങനത്തെ വർക്കൊക്കെ ആകുമ്പോഴേക്ക് ക്ലയന്റ് ആണ് കൂടുതൽ വരല്. അത് നമ്മളിപ്പോ നമ്മളെ ഏരിയയെ സംബന്ധിച്ച് കറണ്ടും എല്ലാത്തിനൊരു ഇതാണല്ലോ. അപ്പൊ അവരോടൊരു ഏകദേശം നമ്മളൊരു വർക്കിന് നമുക്കൊരു കാൽക്കുലേറ്റ് ഉണ്ടാവുമല്ലോ. അതിനെക്കാട്ടും ഒരു ആഴ്ചയൊക്കെ ആയിട്ടാണ് നമ്മൾ പറയല്. അങ്ങനെയാണ് ചെയ്ത് തീർക്കാൻ പറ്റുക. ഷോപ്പിൽ സംബന്ധിച്ച് സീലിംഗ് വർക്ക് ചെയ്യാം, ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് വർക്ക് ഡോർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, കബോർഡ് വർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ കൗണ്ടറുകൾ സെറ്റ് ചെയ്യാം, പിന്നെ വാളില് നമ്മൾ പാനൽ ചെയ്തിട്ട് അങ്ങനെ ഇതാ ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഇപ്പൊ എന്താണോ ആവശ്യപ്പെടുന്നത് വെച്ചാൽ ഒരു ഷെൽഫ് അടിക്കണോ അത് ചെയ്യാം. അലുമിനിയത്തിൽ ഏതിലും വേണമെങ്കിലും ചെയ്യാം. ക്ലയന്റ് തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓർക്ക് എങ്ങനെയാണ് ആവശ്യം എന്നുള്ളത് നമ്മളോട് പറയുമ്പോൾ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് അവരോട് പറയുമ്പോൾ അതൊരു കൺവിൻസ് ആവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യും. നമ്മളെ റേറ്റും കാര്യങ്ങളും പറയുമ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ചെയ്യും. വാറണ്ടി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് വാറണ്ടി പറഞ്ഞാൽ ഇപ്പൊ ഈ അലുമിനിയത്തിന്റെ ആണെങ്കിലും ഇതൊക്കെ വാറണ്ടി ആയിട്ട് കമ്പനി തരണമൊന്നുമില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്ത് ഇപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ഒരു ടൈപ്പ് അല്ല മെറ്റീരിയലൊന്നും. പിന്നെ ഷീറ്റ് വൈസ് നോക്കുമ്പോൾ ഇപ്പൊ ഇറങ്ങിയ PVC ഷീറ്റിൽ നിന്നും ഒരു കംപ്ലൈന്റ് ഒന്നും ഇതുവരെ ഇപ്പൊ ഒരു 4-5 വർഷത്തിന്റെ ഇതിലൊന്നും ഒരു കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളം തട്ടിയാലോ അല്ലെങ്കിൽ അങ്ങനത്തെ കംപ്ലൈന്റുകളൊന്നും കാര്യമായിട്ട് വരുന്നില്ല, കൂടുതലായിട്ട് വരുന്നില്ല. പിന്നെ റെഫ്യൂസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ഇതുണ്ടാവും. അല്ലാതെ പൊതുവെ കംപ്ലൈന്റുകളൊന്നും ഇതിലൊന്നും വരുന്നില്ല. ക്ലയന്റിന്റെ അഭിപ്രായമാണ് നമ്മളെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ നമുക്ക് അടുത്തൊരു വർക്ക് അവര് മുഖേന തരികയെ, അല്ലെങ്കിൽ അവരോട് ഒരു അഭിപ്രായം വേറെ ആളുകൾ ഒന്ന് ചോദിക്കുമ്പോൾ അവര് നല്ല അഭിപ്രായം ഉണ്ടായാലാണല്ലോ നമുക്ക് അടുത്ത വർക്ക് കിട്ടുക. നമ്മൾ കൂടുതൽ ഷോപ്പിൽ വരുന്നതിനെക്കാട്ടും നമ്മൾ വർക്ക് ചെയ്ത് കണ്ടിട്ട് നമ്മളെ രീതി അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ അങ്ങനെയാണ് ബേസ് ചെയ്ത വർക്കുകളാണ് ഇപ്പൊ നമ്മളെ ഏരിയയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അങ്ങനെയാണ് കിട്ടാറുള്ളത്. പിന്നെ നമ്മള് കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പുറത്തുനിന്നൊക്കെ ആളെടുത്തുകൊണ്ട്
അങ്ങനെ ചെയ്യും. അപ്പൊ 4 പേര് സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ വർക്കേഴ്സ് ആയിട്ടുണ്ട്. നമ്മള് വർക്ക് നമുക്ക് പല സ്ഥലത്തുനിന്നും വരലുണ്ട്. ഇപ്പൊ ഈ വർക്ക് കണ്ടിട്ട് അവരുടെ ബന്ധുക്കളും അങ്ങനെ ആയിട്ട് വിട്ടുന്നു ലോങ് എന്നൊക്കെ വരും. അപ്പൊ നമ്മൾ പോയെടുക്കും, നമുക്ക് പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ പോയെടുക്കും. അവിടെ നിന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. അതിനൊന്നും പ്രശ്നമല്ല, നമ്മളവിടെ പോയെടുക്കും. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പർച്ചേസ് ചെയ്യാൻ ഷോപ്പുകളോ കാര്യങ്ങളോ അതില്ല. മെറ്റീരിയൽ എവിടുന്നോ ആണ് എപ്പോഴേലൊക്കെ എടുത്ത ഹോൾസെയിൽ ഷോപ്പാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് ടൈമും വർക്ക്, പിന്നെ ഈ വർക്ക് പരിചയപ്പെട്ട് വരുന്നുള്ള ആളുകൾ ഇത്രയും വർക്കുകളൊന്നും ഇല്ല. അതായത് ഇപ്പൊ ഒരു ബാത്റൂം ഡോറോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കബോർഡിന് എന്തെങ്കിലോ അങ്ങനെയുള്ളൂ. ഇത്രയൊന്നും വർക്കുകളുമായിട്ട് ഇതില്ല. അല്ലെ കടകളത് മെഷീനറിയും തന്നെ ബേസ് അങ്ങനത്തെ ഒന്നുമില്ല. മോഡൽസും കുറവാണ്, വർക്കേഴ്സും പൊതുവെ കുറവായിരുന്നു ഈ ഫീൽഡിലേക്ക്. ഇപ്പൊ ഒന്നും കൂടി ഇഷ്ടംപോലെ ആളുകളും ഈ ഫീൽഡിലുണ്ട്. പിന്നെ മോഡലുകൾ ഒരുപാടുണ്ട്, വർക്കിന്റെ രീതികൾ ഒരുപാട് മാറി, വർക്കുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഏത് ടൈപ്പിലും ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അന്ന് ഒരു ബാത്റൂം ഡോറാണ് മെയിൻ ആയിട്ട് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കടകളുടെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇടുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. ബാക്കി ജനലുകളാണെങ്കിലും ഒക്കെ മരം എന്നുള്ളൊരു ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പൊ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ പുതിയ അപ്ഡേഷനുകളും കാര്യങ്ങളും ഈ വർക്കിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഫീൽഡിന് ഒന്നും കൂടി ഇത് വന്നു. ഈ വർക്കിൽ തന്നെ ഒരുപാട് മെറ്റീരിയലും കാര്യങ്ങളും ഇപ്പൊ പുതിയതായിട്ട് വന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം ഈ വർക്കിനുണ്ട്. ഫാമിലി അച്ഛനും അമ്മയും വൈഫ് 2 പിള്ളേരുണ്ട്. നമുക്ക് വർക്കുകൾ കൂടുതൽ അതില് കൊണ്ടുപോയി നല്ലൊരു ഇതായിരിക്കണം എന്നുള്ളതാണ്. വർക്ക് ബേസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല, ഒന്നുകൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പുതിയ പഠിച്ച് അത് ചെയ്യുക എന്നുള്ള ഇതാണ്. ഇത് നമ്മൾ കാളികാവാണ്. കാളികാവ് വണ്ടൂർ റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. മോഡേൺ ഇന്റീരിയേഴ്സ് എന്നാണ് കടയുടെ പേര്.